ന്യായാധിപന്മാരുടെ പുസ്തകം 19 അധ്യായം 12 യജമാനൻ അവനോട്, ഇസ്രായേൽ മക്കളില്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബയയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ ചരിത്രം നടക്കുന്നത് മിസ്രയീം വിട്ട് കനാനിലെത്തിച്ചേർന്ന് ദേശം പിടിച്ചടക്കി പാർക്കുന്നത് മുതൽ ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേലിന് തൊട്ടു മുമ്പ് വരെയുള്ള ഏകദേശം 400 വർഷങ്ങളാണ്. ഓരോരുത്തൻ താൻ ബോധിച്ച വഴിയിൽ നടന്നു എന്ന് ഈ പുസ്തകത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. നാം ഓരോരുത്തരും നമുക്കിഷ്ടമുള്ളതുപോലെ അല്ല ജീവിക്കേണ്ടത്, പ്രത്യുത പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തെയും അനുസരിച്ചാണ്. 19 അധ്യായത്തിൽ ഒരു ലേവ്യൻ തൻ്റെ വെപ്പാട്ടിയും ബാല്യക്കാരനുമായി അവളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സന്ധ്യാസമയം രാപാർക്കാൻ എവിടെയെങ്കിലും കയറാൻ നിർബന്ധിതനായി. തൻ്റെ ബാല്യക്കാരൻ അപ്പോൾ കണ്ട ഒരു നഗരത്തിൽ പാർക്കാൻ തന്നോട് നിർദ്ദേശിച്ചെങ്കിലും ലേവ്യൻ ഇസ്രായേല്യർ താമസിക്കുന്ന ഏതെങ്കിലും നഗരത്തിൽ പാർത്താൽ മതി എന്ന് തീരുമാനിക്കുകയും ബെന്യാമീനിലെ ഗിബയയിൽ പാർക്കാൻ ചെല്ലുകയുമുണ്ടായി. എന്നാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തുടർന്ന് തനിക്ക് നേരിടേണ്ടി വന്നു. ആ പട്ടണത്തിലെ നീചന്മാരായ ചിലർ തൻ്റെ ഭാര്യയെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തി. ന്യായപ്രമാണം പ്രാപിച്ച സ്വന്തം ജനത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് സംഭവിച്ചു. ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിച്ചനുസരിക്കുകയും ചെയ്യുന്നവരാകയാൽ പലരും നമ്മെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യും. ലോക മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും നമ്മിൽ നിന്നുണ്ടാവുകയില്ലെന്ന് പ്രതീക്ഷയോടെ പലരും നമ്മുടെ അടുക്കൽ വരും. അങ്ങനെ വരുന്നവർക്ക് ഒരിക്കലും വ്യത്യസ്തമായ ദുരനുഭവം നമ്മിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.